നമസ്കാരം, എല്ലാവർക്കും ഷീബ sbytes&vlogsന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അച്ചാർ റെസിപ്പി കണ്ടു നോക്കാം. ചെറുനാരങ്ങ വെച്ച് എങ്ങനെയാണ് കയ്പില്ലാതെ അച്ചാർ തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ കഴിച്ചാലും കയ്പുണ്ടാവില്ല. ഒരു 2 ആഴ്ചയും കൂടി കഴിയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഓണക്കാലമാണ് വരുന്നത്, എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കണ്ട. വേറെ രീതിയിലും ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 12 നാരങ്ങ, അതായത് 400 ഗ്രാമോളം വരും. അത് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. ഒട്ടും ഈർപ്പമയം ഉണ്ടാവാതെ വേണം തുടച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയിൽ വാട്ടുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ തൊലി നല്ലവണ്ണം സോഫ്റ്റ് ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റായി പൊട്ടി വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യണം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും നല്ലവണ്ണം ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ എടുത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഡ്രൈ ആക്കി വെക്കണം. ഇനി ഇതരിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് അരിയാം. 2ആയിട്ടോ 4ഓ 8ഓ ഒക്കെ ആയിട്ട് അരിഞ്ഞെടുക്കാം. ഇനി അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കുന്നത് വരെ ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനി ഒരു ദിവസം മുഴുവനും ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും മതി, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈന്തപ്പഴവും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഏകദേശം 400 ഗ്രാം നാരങ്ങയ്ക്ക് 100 ഗ്രാം ഈന്തപ്പഴമാണ് എടുക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് 3ഓ 4ഓ ആയിട്ടൊന്ന് കീറിയെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ വേണം. അതെല്ലാം നമ്മൾ വൃത്തിയാക്കി തയ്യാറാക്കി വയ്ക്കുക. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ഇത്രയും ഇട്ടിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്, അതൊരു 1.5 ഇഞ്ച് എടുത്തിരുന്നു, അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ബൾബോളം വെളുത്തുള്ളി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ എത്രയും കൂടുതൽ എടുക്കുന്നോ അത്രയും നല്ലതാണ്. അതും കൂടി ഇടുക. പിന്നെ നമുക്ക് പച്ചമുളക് ഒരു 10 എണ്ണമാണ് വട്ടത്തിലരിഞ്ഞെടുത്തത്, അതും കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഇത് കളറൊന്നും മാറണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇടുക. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ സിമ്മിൽ വയ്ക്കണം. നല്ല ചൂടുള്ള ഈ എണ്ണയിൽ കിടന്ന പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറണം. അപ്പോൾ സിമ്മിലാക്കി വെച്ചാലും മതി, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നല്ലോണം പച്ചച്ചുവയൊക്കെ മാറുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഇട്ട് ഇളക്കി അതൊന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ ഈന്തപ്പഴം സോഫ്റ്റ് ആവണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരു 300 ml തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൽ കിടന്ന് ഈന്തപ്പഴം നല്ലോണം വേവണം. ഇനി നമുക്ക് ഈന്തപ്പഴത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. 1.25 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നാരങ്ങയിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ചതാണ്. വേകുന്ന സമയത്ത് ഇതിനകത്തേക്ക് 100 ml വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഞാൻ കുറച്ചാണ് ഒഴിക്കുന്നത്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം. അതുകൂടി ഇട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം. ആ വിനാഗിരിയിൽ ചൂടുവെള്ളത്തിലൊക്കെ കിടന്ന് ഈന്തപ്പഴം നല്ലോണം വെന്ത് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ
ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങയും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കുക. പോരാ എങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചുപ്പ് കുറവുണ്ട്, അതിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത്, അതായത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഉലുവാപ്പൊടി 1/4 ടീസ്പൂണും 1/2 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടി ഇട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. എല്ലാത്തിൻ്റെയും കൂടി ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഇത് നമ്മൾ കുപ്പിയിലാക്കണം. കുപ്പിയൊക്കെ നല്ലോണം കഴുകി ഉണക്കി വെച്ചതായിരിക്കണം. ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സ്പൂണിനോ കുപ്പിക്കോ ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം കുപ്പിയുടെ സൈഡൊക്കെ നമ്മൾ ചൂടാക്കിയ നല്ലെണ്ണ കൊണ്ട് ഒന്ന് തുടച്ചെടുക്കണം. അടപ്പിനകത്തുമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം തിളപ്പിച്ചാറിയ നല്ലെണ്ണയിൽ മുക്കിയ ഒരു വെള്ളത്തുണി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. 1-2 വർഷം ഈ അച്ചാർ ഒരു കേടും കൂടാതെ ഇരുന്നോളും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാം. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ കാലം കേടുകൂടാതിരിക്കുന്ന ഒരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഓണക്കാലത്തേക്ക് ഇതുപോലെ അച്ചാറൊക്കെ തയ്യാറാക്കി നോക്കുക. പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്